ഹേ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് കേട്ടോ. കുറച്ച് കാലമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചു. കാരണം ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടേനു അമ്മൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ എണീച്ച്, കുറച്ച് നേരത്തെ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 8 മണി 7:45 ആ ഒരു റേഞ്ച് ആയപ്പോൾ ഞാൻ എണീച്ചു കേട്ടോ. അങ്ങനെ എണീച്ച് ഞാൻ രാവിലെ തന്നെ വെറുതെ ഒന്ന് കൊലായിൽ പോയി. അപ്പോൾ അത് ആ സൂര്യൻ്റെ രശ്മികൾ ഈ മറ്റേ ഇവിടുത്തെ മരത്തിൻ്റെ ബ്രാഞ്ചസിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് അടിക്കുന്നുണ്ടേനു. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ഞാനൊരു കട്ടൻ ചായ അടിച്ച് പിന്നെ നേരെ ഒന്ന് അടുക്കളയിലേക്ക് ചെന്ന് നോക്കി കേട്ടോ. അപ്പം അമ്മ ഇവിടെ ഇങ്ങനത്തെ അമ്മേൻ്റെ കുറച്ച് കലാവിരുദ്ധങ്ങളുണ്ട്. ഇതിപ്പം കൊണ്ടുവച്ചതല്ല, ഇതിവിടെ കുറച്ച് കാലങ്ങളായിട്ടുള്ളതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അടുക്കളയിലിരുന്ന് അമ്മനോട് വർത്താനൊക്കെ പറഞ്ഞ് നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് പിന്നെ നേരെ നമ്മളെ റൂമിൽ നിന്ന് ജൻവാലൊക്കെ തുറന്ന് ഒന്ന് പുറം ലോകമൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. സ്വതവേ ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കിലേക്ക് തന്നെ പോയില്ല. ഞാൻ എന്തോ ഭയങ്കര വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ എനിക്കിങ്ങനെ ചുമ്മാ എവിടെയെങ്കിലും വെറുതെ ഇരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിൻ്റെ പുറകുവശത്തേക്ക് പോയി ആയിക്കോട്ടൊക്കെ ഒന്ന് നടക്കുക, അവിടേക്ക് ഒന്ന് വൃത്തിയാക്കുക, ഈ പരിപാടി ഒന്നും ഞാൻ ചെയ്യലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ രാവിലെ തന്നെ വെളുക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ പൂജാമുറി വന്നിട്ട് കേട്ടോ. അപ്പം ഇനി അടുത്ത നമ്മളെ പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ അമ്മേൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ട് പോകാൻ വേണ്ടി പോവാണ്. പിന്നെ അമ്മ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് അമ്മയും ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും അമ്മയും ഇപ്പോൾ നേരെ പോവും. എന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് അമ്മേൻ്റെ വർക്ക് സ്ഥലത്താക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരും കേട്ടോ. കാരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് 9:30 ആകുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിലെത്തണം. കാരണം വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ 9:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ലോഗിൻ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്തണം. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ടപ്പ എന്ന് പറഞ്ഞ് തീർക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഈ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ എൻ്റെ അമ്മേൻ്റെ ചെടികളാണ്. പിന്നെ അമ്മേൻ്റെ ചെടികളെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണിട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഇപ്പം എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചാൽ നമ്മളെ ഫറൂഖ് ചെറുവണ്ണൂരുണ്ട്, അവിടേക്കാണ് പോണത്. കാരണം നമ്മൾ അമ്മേൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാട്ടോ പോണേ. അപ്പം ഇപ്പോൾ രാവിലെ തന്നെ നല്ല സൺകീസൊക്കെ അടിച്ച് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ പോകുമ്പോൾ അങ്ങനെ വെറുതെ പോയിട്ട് കാര്യമില്ല, വണ്ടിയിൽ പെട്രോൾ വേണ്ടേ, നമുക്ക് കുറേ ദൂരം പോകാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പെട്രോൾ പമ്പ് കയറി പെട്രോളൊക്കെ അടിച്ച് ഇപ്പം നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടോ. അങ്ങനെ ഇവിടെയാണ് സ്ഥലമെത്തിയത്. ഇപ്പം അമ്മ എന്തോ ബേക്കറി പോയതാണ് സാധനം മേടിക്കാനായിട്ട്. അപ്പം ഇനി നമ്മൾ നേരെ ഒരു വീട്ടിലേക്ക് പോവുകയാണെ. ചെറുവണ്ണൂരിൽ നിന്ന് ഇതുമാതിരി ഒരു റോഡ് പോകുന്നുണ്ട്. ഇത് കൂടെ കുറച്ച് ദൂരം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, നടന്ന് അറ്റത്തെത്തി കഴിഞ്ഞാലാണ് നമ്മളെ സ്ഥലം എത്തുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ ആ വീട്ടിൽ പോയി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നേരെ റിട്ടേൺ അടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലെത്തി. അപ്പോൾ എനിക്ക് വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നാൽ മാത്രം പോരാ, കാരണം 9:30 നമുക്ക് വർക്കിന് കയറണ്ടേ ഗൈസ്. വർക്ക് ഫ്രം ഹോം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് 9:30 ആയപ്പോൾ തന്നെ വീട്ടിലെത്തി കേട്ടോ. നേരെ നമ്മളെ പണി തുടങ്ങി. ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചാൽ പെരും പണി തുടങ്ങി ഗൈസ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചായ കുടിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ സമയം ഉണ്ടാക്കിയിട്ട് ഞാൻ ചായ കുടിച്ചു. അതായത് പുട്ടും ക്യാബേജ് ഉപ്പേരിയും കടുക്ക ഫ്രൈയും അച്ചാറും. എങ്ങനെയുണ്ട് ഈ ഒരു കോമ്പിനേഷൻ? നിങ്ങൾ ട്രൈ ചെയ്തിനോ? അതായത് ഈ ക്യാബേജ് ഉപ്പേരിയും പുട്ടും കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഉച്ചയായപ്പോൾ ഞാൻ കഴിച്ചത് നല്ല പത്തിരിയും പിന്നെ കോഴി പാർട്സും പിന്നെ കോഴിമുട്ടയും. ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളിയേനു. കോഴി പാർട്സ് ഒരു രക്ഷയില്ല, അടിപൊളിയേനു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ കഴിച്ചത് ഉച്ചയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കേണ്ട അപ്പോൾ എന്താണ് ഈ ചായയും ചോറൊക്കെ ഒരുമിച്ച് കഴിക്കണമെന്നുള്ളത്, അതങ്ങനെയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വൈകുന്നേരം നമ്മൾ അമ്മേൻ്റെ ഷോപ്പിലേക്ക് പോയി. ഞാനും കുഞ്ചും കൂടിയാട്ടോ പോയത്. അപ്പോൾ ഇവിടെ പോയപ്പം നമുക്ക് ചെറുങ്ങനെ വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ നല്ലൊരു പിസ്സ ഓർഡർ ചെയ്തു. പിസ്സ മാത്രമല്ല ഗാർലിക് ബണ്ണും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഗാർലിക് ബ്രെഡ്. ഓക്കെ, ഇതും കൂടെ ഓർഡർ ചെയ്ത് അങ്ങനെ അത് രണ്ടും നമ്മൾ കഴിച്ചു. അപ്പം ഞാനും കുഞ്ചുമാണ് ഇപ്പം ഷോപ്പിലുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ വന്നിട്ട്. അപ്പോൾ ഈ ഒരു ടൈം ഏകദേശം വൈകുന്നേരം ആയിന്. അപ്പോൾ നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. ഒരു അറൗണ്ട് ഒരു 5:45 ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. 5:30 ആയപ്പോഴത്തേക്ക് വർക്ക് കഴിഞ്ഞ് നമ്മൾ ലോഗൗട്ട് അടിച്ച് നേരെ ഇറങ്ങി. അങ്ങനെ ഇതൊക്കെ കഴിച്ചു. പിന്നെ
പിന്നെ എന്താണ് അങ്ങനെ ഞാനും കുഞ്ചും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ നേരം നമ്മൾ ഈ ഷോപ്പിലുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ വൈകുന്നേരം തൊട്ടിട്ട് രാത്രി പൂട്ടുന്നത് വരെ നമ്മൾ ഇവിടെ തന്നെ ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 8:30-9 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ കുറേ പുതിയ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്തത്. കുറേ നല്ല ടൈപ്പ് കുർത്താസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ പറഞ്ഞ് വരുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പം കുഞ്ചൊന്നും ഇവിടെ സ്റ്റേ ആണ്. അപ്പോൾ കുഞ്ചു എന്തോ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ഏതോ ഇംഗ്ലീഷ് പാട്ട്. അവൾ പറയുന്ന അടുത്ത ലൈവിൽ വന്ന് പാടാന്നൊക്കെയാണ്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാൻ പാടുമില്ലേ എന്നുള്ളത്. എനിവേ അത് പോട്ടെ, നമുക്ക് നോക്കാം എന്തായാലും എന്താവും എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ട, കുറച്ചിരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് പഠിച്ചു ഗൈസ്. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടേനു. ഇതിപ്പോൾ ഏകദേശം രാത്രിയായിന്, പക്ഷെ എന്നാലും പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, എക്സ്ട്രാ കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആകാശം കണ്ടാലറിയാം, അങ്ങനെ ഭയങ്കര ഡാർക്കൊന്നും ആയിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടേനു, നല്ല മഴയും ഇടിയും മിന്നലും ഇതൊക്കെ ഉണ്ടേനു കേട്ടോ. അങ്ങനെ രാത്രിയായപ്പം നേരെ നമ്മളെ സ്ഥിരം പരിപാടി ഫുഡ് കഴിക്കാം. അതായത് ചോറ്, പിന്നെ എന്താണ് ഇത് ബ്രിഞ്ചലിൻ്റെ ഒരു കറി ഉണ്ടേനു, അതും ഉരുളക്കിഴങ്ങ് പൊരിച്ചതും, പിന്നെ ഉപ്പേരി. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ് ഗൈസ്. ഇനി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ഡേ എന്നുള്ളത് പറയാം കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ ഡേ ഇന്ന് പ്രൊഡക്റ്റീവ് ആയിരുന്നോ, അടിപൊളിയാക്കിയോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പറയാം. അത് കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഗൈസ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പുഴയ്ക്കൽ. താങ്ക് യു സോ മച്ച്.